എല്ലാവർക്കും നമസ്കാരം. ഇതൊരു മധുരപലഹാരമാണ്. സുഖിയൻ എന്നാണ് പറയുന്നത്. മോദകം എന്നും പേരുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ചെറുപയർ ഞാൻ കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് അതിട്ട് കൊടുത്തിട്ട് ശർക്കര ഇട്ട് അത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ശർക്കരയൊക്കെ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ശർക്കര ഉരുക്കിയിട്ടാണ് ചേർക്കുന്നത്. അതിൽ കരടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഉരുക്കി ചേർക്കുന്നത്. അങ്ങനെ കരടില്ലാത്തതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ശർക്കര പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് വരട്ടിയെടുക്കാം. നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ശർക്കര നേരിട്ട് ഇതിലേക്ക് ഇടുവാണെങ്കിൽ നന്നായിട്ട് ഉരുകി അത് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. അതൊരു മീഡിയം തീയിലിട്ടിട്ട് വരട്ടിയെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നിർബന്ധമില്ല. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ. ഇനി നന്നായിട്ട് അത് ചെറുതീയിലിട്ട് വറ്റിച്ചെടുക്കാം. അത് നന്നായിട്ട് വറ്റി ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതൊന്ന് ഉടച്ചു കൊടുക്കുക. പയർ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കിത് വറ്റിച്ച് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി. ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന പരുവത്തിൽ എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വയ്ക്കുക. അത് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അത് മുക്കി വറുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി മൈദ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ, അതായത് ചെറുപയർ എന്തോരമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തയ്യാറാക്കേണ്ടത്. അപ്പോൾ മൈദ എടുത്തു. അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മതി, അത് ഒരു കളറ് കിട്ടാനായിട്ടാണ്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കലക്കിയെടുക്കുക. നല്ല ലൂസായിട്ട് കലക്കിയെടുക്കരുത്. ഒരു ഇഡ്ഡലിയുടെ പരുവമല്ല, ദോശയുടെ പരുവമല്ല, അതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് വെക്കുന്ന പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് പതുക്കെ കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവം നോക്കണമെങ്കിൽ ആ സ്പൂൺ ഇങ്ങനെ അതിൽ മുക്കിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡൊന്നും നോക്കുക. അപ്പോൾ അതിൽ മാവ് നന്നായിട്ട് പറ്റിയിരിക്കുന്നുണ്ടാവും. പെട്ടെന്നിങ്ങനെ ഊർന്ന് പോരില്ല. അതാണ് മാവിൻ്റെ പരുവം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ചെറുപയർ ബോൾസാക്കി വെച്ചിരിക്കുന്നത് മാവിൽ മുക്കി അതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അതും ചൂട് കൂടുതലാണെങ്കിൽ സിമ്മിലേക്ക് വയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന ഉരുളകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വശം മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ ആവും. കാരണം ഉള്ളിലുള്ള ഇത് ചെറുപയർ നമ്മൾ ഓൾറെഡി വേവിച്ച് എടുത്തിരിക്കുന്നതാണല്ലോ. പിന്നെ ആ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു വശം മരിഞ്ഞ് കഴിഞ്ഞു. അത് ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇത് മാവ് എല്ലാം കൂടി ഒട്ടിരിക്കും. അപ്പോൾ ഒന്ന് ഫോർക്ക് വെച്ചിട്ടോ ഒരു കത്തി വെച്ചോ ഒന്ന് നമ്മൾ ഇങ്ങനെ പതുക്കെ വിടിയിച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ മറ്റേ വശം കൂടി മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അത് ചേർത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. അത് ചേർത്തില്ലെങ്കിൽ വെള്ള കളറായിട്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.